लिखने के टाइम में। हम वो वाला वीडियो प्ले करना जिसमें औरत आई थी, मार्क्स हटाई थी, ठीक है? इसके आगे इसके आगे गेट ऑफ बंद ये किए हैं निकलने का। गेट पर पहले जाए खड़ा हो। ये थी ये ബീഹാറിലെ പാറ്റ്നയിലെ ദിഗ പ്രദേശത്തെ ഒരു സ്വർണ്ണക്കടയിൽ സിനിമയെ വെല്ലുന്ന രീതിയിൽ നടന്ന കവർച്ചാശ്രമം കട ഉടമയുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് പരാജയപ്പെട്ടു. സംഭവത്തിൽ കോളേജ് വിദ്യാർത്ഥിനികളായ 2 യുവതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദിഗയിലെ മാ വൈഷ്ണോ ജ്വല്ലറി എന്ന സ്ഥാപനത്തിലാണ് സംഭവം. കസ്റ്റമർ എന്ന വ്യാജേന കടയിലെത്തിയ 2 യുവതികൾ സ്വർണ്ണാഭരണങ്ങൾ കാണാൻ ആവശ്യപ്പെട്ടു. കട ഉടമ രാജേഷ് കുമാർ ആഭരണങ്ങൾ എടുത്ത് കാണിക്കുന്നതിനിടെ യുവതികളിൽ ഒരാൾ ബാഗിൽ നിന്നും കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആക്രമണം നടത്തുകയായിരുന്നു. സ്പ്രേ ആക്രമണത്തെ തുടർന്ന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടെങ്കിലും രാജേഷ് കുമാർ ധൈര്യം കൈവിട്ടില്ല. കൗണ്ടറിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ആദ്യം സുരക്ഷിതമായി മാറ്റിവെച്ച ശേഷം അദ്ദേഹം കൗണ്ടറിന് മുകളിലൂടെ ചാടി പുറത്തേക്കോടി. തുടർന്ന് ബഹളം വെച്ചുകൊണ്ട് കടയുടെ ഷട്ടർ താഴ്ത്തിയതോടെ കവർച്ചയ്ക്കെത്തിയ യുവതികൾ കടയ്ക്കുള്ളിൽ കുടുങ്ങി. സംഭവത്തിനിടെ ഉണ്ടായ വെപ്രാളത്തിൽ കടയുടെ മുൻവശത്തെ ഗ്ലാസ് തകർന്നതായും റിപ്പോർട്ടുണ്ട്. കട ഉടമയുടെ ബഹളം കേട്ട് നാട്ടുകാർ സ്ഥലത്തെത്തിയതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു യുവതിയെ അവർ പിടികൂടി. കടയ്ക്കുള്ളിൽ കുടുങ്ങിയ മറ്റൊരു യുവതിയെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു. തുടർന്ന് വിവരം ലഭിച്ചെത്തിയ ദിഗ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കവർച്ചയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ യുവതികൾ സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എവിടെ ഉണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷനുള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ ആൻഡ് പട്ടാമ്പി.